എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ ഇത്രയും ജ്ഞാനം നിറഞ്ഞതിൻ്റെ പേരിൽ ചില പുതിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം. മാർക്കോസ് 4-ാം അധ്യായത്തിലൊരു പോയിന്റ് നമ്മൾ പറഞ്ഞത് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് നാളെ പറയാം. നാളെ എന്നെ വീണ്ടും ഓർപ്പിക്കണം ആരെങ്കിലും. ഇന്നൊരാൾ ഓർപ്പിച്ചു. 4:12 നാളെ നമ്മളിപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ പഴയ നിയമത്തിൽ പ്രോട്ടോ എവങ്കേലിയം എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ സുവിശേഷം. ആദവും ഹവയും പാപം ചെയ്തതിന് ശേഷം എന്താ അവിടെ സംഭവിച്ചേ? എന്തുകൊണ്ട് അവരെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി? ഒന്ന് ചോദ്യം മനസ്സിൽ ഓർത്താൽ മതി. ഇപ്പോൾ നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക, എന്തുകൊണ്ട് ആദത്തെയും ഹവയെയും ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി? നമ്മൾ ടീച്ചർമാർക്കൊക്കെ, നിങ്ങൾ പല ടീച്ചർമാരല്ലേ, കുട്ടികൾ കുസൃതി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? പുറത്താക്കും. ഞാനൊക്കെ ഭയങ്കര കുസൃതിയായിരുന്നു. എന്നെ എന്തോരം പ്രാവശ്യം പുറത്താക്കിയിട്ടുള്ളതെന്നറിയാമോ? ഹോംവർക്ക് ചെയ്തു കൊണ്ടുവന്നില്ലെങ്കിൽ അടിയും കിട്ടും, പുറത്താക്കി. ചിലപ്പോൾ പറഞ്ഞു വിടും, ചിലപ്പോൾ അവിടെ പുറത്ത് നിൽക്കാൻ പറയും ടീച്ചർ. അപ്പോൾ അന്നേ മുതലേ എൻ്റെ അകത്ത് കിടക്കുന്നത് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ്, അല്ലേ? അപ്പോൾ ഏദേൻ തോട്ടത്തിൽ നിന്നും ആദത്തെയും ഹവയെയും ദൈവം അവർ ചെയ്ത തെറ്റിനെ പ്രതി ശിക്ഷിച്ച് പുറത്താക്കി എന്നാണ് നമ്മൾ അധികം പേരും പഠിച്ചേക്കുന്നത്. ശരിയാണോ? ആണോ? അതെ. നമുക്ക് ആ വചനങ്ങളെ ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം. അധികം സമയം വേണ്ട, 10 മിനിറ്റ്സ് കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട് ഇന്നേ വരെ നമ്മളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ പഴയ സിദ്ധാന്തത്തെ പുതുക്കാൻ പോവുകയാണ്. ഒന്നെടുക്കാം എല്ലാവരും. 3-ാം അധ്യായം, ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 21ഉം 22ഉം വചനമെടുക്കാം. ഉൽപ്പത്തി 3-ാം അധ്യായം എല്ലാവരും. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടി ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. എല്ലാവരും എന്നോട് ശ്രദ്ധിക്കണേ. നിങ്ങളിപ്പോൾ സംസാരിക്കരുത്. പേ അറ്റൻഷൻ, വളരെ ശ്രദ്ധിക്കണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം. വായിച്ചോളൂ. എല്ലാവരും ഒന്ന് വായിച്ചേ. ദൈവമായ കർത്താവ് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കണ്ടിന്യൂ. കർത്താവ് അവരെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മണ്ണിൽ നിന്ന് ഇത്ര മതി നിൽക്കട്ടെ. അപ്പോൾ ഒന്നുകൂടി ആ ഭാഗം വായിക്കുക. മനുഷ്യൻ ഇപ്പോൾ നന്മയും തിന്മയും, ഒന്നുകൂടി വായിച്ച്, നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ, ശ്രദ്ധിക്കണം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട വാക്കുകൾ. ശ്രദ്ധയോടെ ആ ഓരോ വാക്കും ശ്രദ്ധിച്ച് നോക്കുക. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി, സാവധാനം, ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവനെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ശ്രദ്ധിച്ചോ? ഇനി അവൻ
കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് തിന്നാൽ അവൻ അമർത്യനാകും. ശ്രദ്ധിക്കണേ, അവൻ അമർത്യനായാൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ ഏതവസ്ഥയിലാണിപ്പോൾ? തിന്മയുടെ അവസ്ഥയിലാണ്. അവൻ ചെയ്ത പാപം മൂലം അവൻ്റെ ആത്മാവ് പാപമംഗലമായ അവസ്ഥയിലാണ്, പൈശാചിക അവസ്ഥയിലാണ്. അവൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. ഈ മരിച്ച അവസ്ഥയിൽ നിന്നും അവന് സ്വയം വിമോചനം ലഭിക്കില്ല. ഈ മരിച്ച അവസ്ഥയിൽ നിന്നും അവനെ പുനരുദ്ധരിക്കണമെങ്കിൽ ആര് വരണം? കർത്താവ് ഈശോ മിശിഹ വന്ന്, കർത്താവ് ഈശോ മിശിഹ കുരിശിൽ അർപ്പിച്ച ബലിയിലൂടെ തൻ്റെ മരണത്താൽ അവൻ മരണത്തെ ജയിക്കണം. അപ്പോൾ ആ മരണാവസ്ഥയിൽ, ആ ആത്മാവ് മരിച്ച അവസ്ഥയിൽ, ആ പൈശാചിക അവസ്ഥയിൽ അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ചാൽ, ആ അവസ്ഥയിൽ അവൻ അമർത്യനായാൽ അവൻ ആരായി മാറും? പിശാചായി മാറും. പിന്നെ അവനെ മാനസാന്തരപ്പെടുത്താനോ രക്ഷിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് അവനെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആ ലാംഗ്വേജ്, നമ്മുടെ മലയാളവും അല്ലെങ്കിൽ പല ലാംഗ്വേജിൻ്റെയും യഥാർത്ഥ എമോഷൻ മനസ്സിലാക്കണം. എന്തായിരിക്കാം അതിൻ്റെ എമോഷൻ? കരുണാസമ്പന്നനായ പിതാവ് അവരോട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഞാൻ എന്തോരം സ്നേഹത്തിൽ സൃഷ്ടിച്ചതറിയാമോ? പക്ഷെ എനിക്ക് അന്നേ അറിയായിരുന്നു മണ്ണാങ്കട്ടേന്ന് ഉണ്ടാക്കുമ്പോൾ ആ മണ്ണിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഞാൻ അന്നേ തന്നെ നിങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ രക്ഷിക്കാനുണ്ടാക്കിയ പദ്ധതിയുടെ ഒരു മുൻ അച്ചാരമായിട്ട് തുകൽ കൊണ്ട് നിങ്ങൾക്കൊരു ഉടയാട ഉണ്ടാക്കി തരികയാണ്. തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കുന്നത് എങ്ങനെയാ ദൈവം? തുകൽ എങ്ങനെ ഉണ്ടാക്കും? തുകല് മൃഗങ്ങളെ കൊന്നിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ഏത് മൃഗത്തിനെ ആയിരിക്കാം ദൈവം ഇവർക്ക് വേണ്ടി കൊന്നത്? ആട്ടും കുഞ്ഞുങ്ങളെ ആയിരിക്കാം. അങ്ങനെ രക്ഷാകര പദ്ധതിയിൽ കുഞ്ഞാടിൻ്റെ തുകൽ കൊണ്ട് വരാനിരിക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ പ്രതീകമായിട്ട് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി പാപത്തിൽ വീണ ആദത്തെയും ഹൗവയെയും ദൈവം സംരക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എൻ്റെ മകൻ മനുഷ്യനായി അവതരിച്ച് വരുമ്പോൾ അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അതിൻ്റെ അച്ചാരമായിട്ടാണ് ഈ തുകൽ. പക്ഷേ ഇപ്പം നിങ്ങൾ ഇവിടെ നിന്നാൽ അപകടമാണ്. നിങ്ങൾ എങ്ങാനും ഇവിടെയുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ച അമർത്യരായാൽ പിന്നെ നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളിവിടെ നിൽക്കണ്ട. നിങ്ങളിവിടെ നിന്നാൽ കൂടുതൽ അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. മാത്രമല്ല, നിങ്ങളുടെ മക്കളോ അവരുടെ മക്കളോ ആരും ഈ ഭാഗത്തേക്ക് വരരുത്. അതുകൊണ്ട് ഞാൻ ജീവന്റെ വൃക്ഷത്തിനെ ആരെക്കൊണ്ട്? കെരൂബുകളെ കൊണ്ട് സംരക്ഷണം വെക്കുകയാണ്. അവിടെ വാച്ച്മാനാക്കി വെക്കുകയാണ്. ആരും അതിൻ്റെ അറ്റത്ത് വരരുത്. കാരണം ഇപ്പം നിങ്ങൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് വലിച്ചു ഭക്ഷിച്ചാൽ പിന്നെ നിങ്ങളെയോ അത് ഭക്ഷിക്കുന്ന ആളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഏതേൻ തോട്ടം അങ്ങ് അടക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അവരെ പറഞ്ഞു വിട്ടതിൻ്റെ അർത്ഥം. ഇനി ഒന്നുകൂടി വായിച്ചേ. ഇനി അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച്
അമർത്യരാകാൻ ഇടയാകരുത്. അമർത്യരാകാൻ ഇടയാകരുത്. എന്താണ്? ഇതാണ് ഹിഡൻ വചനങ്ങളുടെ ആന്തരിക അർത്ഥവും അതിൻ്റെ അക്ഷരാർത്ഥത്തിലല്ല അതിനെ പഠിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ പഠിക്കണം. ഇനി അവൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ചു ഭക്ഷിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. അതുകൊണ്ട് കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇനി ഇവരുടെ ഭാവി എന്തായി? ഈ ആദത്തിൻ്റെ ഹവയുടെയും ഭാവി എന്താ? അവരെ പുറത്താക്കി. കർത്താവ് ഈശോ മിശിഹ പാപികൾ പാപം ഏറ്റെടുത്തു. ആരുടെ പാപമാണ് യേശു ഏറ്റെടുത്തത്? ആദത്തിൻ്റെയും ഹൗവയുടെയും പാപമാണ് പ്രഥമമായിട്ട് യേശു ഏറ്റെടുത്തത്, ഉത്ഭവപാപം. ആ ഉത്ഭവപാപം യേശു ഏറ്റെടുത്ത് ആ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ പരിണത ഫലങ്ങളെയും ഏറ്റെടുത്ത്, അതായത് അതിൻ്റെ ശിക്ഷയും ഏറ്റെടുത്തു. അതാണ് അതിൻ്റെ ശാപവും ഏറ്റെടുത്തു. അതാണ് യേശു ശിക്ഷ, കുരിശിൽ ശിക്ഷ ഏറ്റെടുത്തു. കുരിശ് ശാപത്തിൻ്റെ ചിഹ്നമാണ്. ആ ശാപം ഏറ്റെടുത്തു. പാപവും അതിൻ്റെ ശാപവും അതിൻ്റെ ശിക്ഷയും യേശു ഏറ്റെടുത്തു. ആർക്കു വേണ്ടി? തൻ്റെ സഹോദരൻ ആദത്തിന്. അങ്ങനെ മരിച്ച ക്രിസ്തു അതാണ് പാതാളത്തിലിറങ്ങി. പാതാളത്തിലിറങ്ങി എന്ന് പറയുന്നത് മരിച്ചവരുടെ വാസസ്ഥലത്തിറങ്ങി അവരോട് യേശു വരെ, ആദവും ഹവ്വയും മുതൽ, ആദം മുതൽ യേശു വരെയുള്ള കാലഘട്ടത്തിലുള്ള ആ ജനങ്ങളോട്, അവരുടെ ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിച്ചു. അവരെ സ്വർഗത്തിലേക്ക് രക്ഷിച്ചു. അതാണ് മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി എന്നതിൻ്റെ അർത്ഥം. അവരെ, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും വേണ്ടി ക്രിസ്തു മരണത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് 635 CCC കുറിച്ച് വെച്ചേക്കണേ. ജീവന്റെ കർത്താവായ യേശു മരണം വരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും മരണഭീതിയിൽ ജീവിതകാലം മുഴുവനും ബന്ധനത്തിലായിരുന്നവരെ വിമോചിപ്പിക്കുകയും ചെയ്തു. ഇനിമേൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരും മുട്ടുകൾ മടക്കണം. ഇനി തുടർന്നുള്ള ഒരു പ്രബോധനത്തിൽ പറയുകയാണ്, നമ്മുടെ ആദിപിതാവിനെ, ശ്രദ്ധിക്കണേ, നമ്മുടെ ആദിപിതാവിനെ, അതായത് ആദത്തെ, കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടെ നിന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായി അവിടുന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. അതായത് ആദത്തെയും ഹവ്വയെയും യേശു, അതോടൊപ്പം അനേകരെ യേശു സ്വർഗത്തിലേക്ക് ഉയർത്തിയതിന് ശേഷമാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ഇപ്പോ ആദവും ഹവ്വ എവിടെയാ? ആദവും ഹവ്വ എവിടെയാ? അവര് സ്വർഗത്തിലാ. അതാണ് ഞാൻ പാടിയത്. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും
സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. നമുക്കിവിടെ നിർത്താം. ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? വലിയൊരു സന്തോഷം തോന്നുന്നുണ്ടോ? അതാണ്, വലിയ സന്തോഷമാണ് തോന്നുന്നത്. ഈ ആദിമാതാപിതാക്കളായ ആദി ഉത്ഭവപാപത്തിൻ്റെ കാരണക്കാരായ അവരെ കർത്താവ് അവരുടെ പാപം ഏറ്റെടുത്ത് അവരെ ശുദ്ധീകരിച്ച് അവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ ചെന്നു. ഇതിൻ്റെ എല്ലാം ഐക്കൺ ഉണ്ട്. അത് കാണേണ്ടതാണ്. അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ പഴയ മഠങ്ങളിലൊക്കെ ഉണ്ടത്. ഇങ്ങനെ കർത്താവ് മരണം കഴിച്ച് പാതാളത്തിലിറങ്ങിയിട്ട് ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഒരു വശത്ത് ആദത്തിനെയും മറുവശത്ത് ഹവ്വായെയും ഉയർത്തി ഇങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഒരു ചിത്രം. അപ്പം അങ്ങനെ നമ്മുടെ കുറേ കൂടി വിശദമായിട്ട് ഈ കാറ്റഗിസത്തിൽ അതുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മതി. 635 എന്നുള്ള നമ്പർ സൂക്ഷിക്കുക. എന്നിട്ട് കാറ്റഗിസം എടുത്ത് അതിൻ്റെ അപ്പുറപ്പുറമുള്ളതൊക്കെ വായിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾക്ക് ഇന്ന് 8:30 ആരാധന. ആ സമയത്ത് കുറച്ചുകൂടി എന്തെങ്കിലും നമുക്ക് പറയാം. നമ്മൾ പ്രാർത്ഥനയിലേക്ക് നീങ്ങാം. നിങ്ങൾ ഇനി ഈവനിങ് പ്രെയർ ആരംഭിക്കാം. താങ്ക് യു.